ഇതിന്റെ ഹൈറ്റിൽ എടുക്കണമെങ്കിൽ JP മോർഗൻ. എല്ലാത്തിനും ഓരോ പേരിട്ട്, പക്ഷെ ഏതാ പേര് കൊള്ളാം, ഇത് കൊള്ളാം. ഇത് എത്ര നില ഉണ്ടാവും? ഇതൊരു 50, മിനിമം 50 കൂട്ടം. എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് നോക്ക്. എത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. പ്രശാന്ത സുന്ദരമായ സ്ഥലം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ ലണ്ടന്റെ ഒരു പ്രശാന്ത സുന്ദരമായ ഒരു സ്ഥലമാണല്ലോ ഇതൊക്കെ. ഫുള്ളും അപ്പുറം കണ്ടത് ആൽക്കമിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പബ്ബ്. ഇത് ഫുള്ള് പബ്ബാണ്. വൈകുന്നേരം വന്ന് ചില്ലടിക്കുന്നവർക്ക് രണ്ടെണ്ണമൊക്കെ അടിച്ച് നല്ല ചില്ലടിച്ചിരിക്കാം. അതാണ് ഈ അപ്പുറവും ഇപ്പുറവും കാണുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ്. നല്ല രസമുണ്ട്, നല്ല രസമുണ്ടല്ലേ. ഇതെല്ലാം പബ്ബിലിരിക്കുന്ന ആൾക്കാരുണ്ടാവും. പബ്ബില് വന്ന് വൈകുന്നേരം ഒന്ന് ഷൂട്ട് കഴിഞ്ഞ് ഇവിടെ ഉള്ളവരെല്ലാരും അങ്ങനെയാണ്. ഈ ഒരു ടൈം ആകുമ്പോ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. വാ, നല്ലൊരു വെട്ടം. ഇതുവഴിയാന്ന് തോന്നുന്നു കേട്ടോ, നോക്കട്ടെ. ക്രോസ് ചെയ്യാം, ക്രോസ് ചെയ്യണം. അല്ല, ക്രോസ് ചെയ്യണം, ഇങ്ങനെ ഈ സൈഡ് വഴി പോവാം. ടൈം എന്നായി? 6:30. 4:30യോ? 6:30. 6:30. 6:30യുടെ ഒരു വെട്ടം തന്നെയാ. ഇവിടെ എല്ലാരും ഈ ഒരു ടൈം ആകുമ്പോ ഇങ്ങനെ വന്നൊന്ന് ചില്ലായിട്ട് പോകും. സാധാരണ വെള്ളിയാഴ്ചകളിൽ പബ്ബിൽ പോയിട്ട് ഇങ്ങനെ അടിച്ചു പൊളി DJ മതി. ഇപ്പൊ ഈ ഒരു ടൈമിൽ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എന്താ പറയാ, സ്വസ്ഥം ഗൃഹസ്ഥം എല്ലാരും. അതിന് ബോയ്സ് ഗേൾസ് എന്നൊന്നുമില്ല, അല്ലെങ്കിൽ മെൻ വിമൻ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും ഉണ്ട്, ലേഡീസും ജെൻസും ഒക്കെ. ഒന്ന് റീഫ്രഷ് ആവും, എന്നാലല്ലേ ലൈഫിനൊരു ഈ പറഞ്ഞ പോലെ കളറാവത്തുള്ളൂ. എന്താ നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ആസ്വദിക്കുന്നവർക്ക് ഇതൊക്കെ നല്ലൊരു ഇതാട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്കിങ്ങനെയുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. വെറുതെ നമ്മൾ വീട്ടിൽ ഇങ്ങനെ ഇരുന്നാ ഇരിക്കുക, ഉറങ്ങുക. ഈ സ്ഥലത്ത് കൊണ്ടുവന്നേനാ. ഞങ്ങൾ ഇന്ന് ഇരുന്നപ്പോൾ വിചാരിച്ചു വീട്ടിലിരിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു റൂമിലിരുന്ന് ചടപ്പ്, പുറത്തൊന്ന് പോയേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചു പോന്നാ. എന്ത് ഭംഗിയാ. അതേ കാണുന്നതാണ് നമ്മള് പോയേക്കാന്ന് വിചാരിച്ചേക്കുന്ന സ്ഥലം. ദേ കാണുന്നതാണ് റോയൽ ചൈന. വണ്ടർഫുൾ പ്ലേസ്. തേംസ് നദിയാണ് ഗൈസ് ഇത്. തേംസ് നദിയാണ്. അതെ, ഞാനിത് സാധാരണ ഒരു ലേക്കാന്ന് വിചാരിച്ചു. നോക്ക് എന്ത് ഭംഗിയാണല്ലേ. ശരിക്കും പറഞ്ഞാൽ ഇതിലൊക്കെ മറ്റേ ഈ എന്താ പറയാ, മറ്റേ ലൈറ്റില്ലേ, വാട്ടർ ലൈറ്റ്സിന്റെ ഇത് പരിപാടി പ്രോഗ്രാം ഒക്കെ നടത്തുന്ന പറ്റിയൊരു ഇതാ. ചിലപ്പോൾ ഉണ്ടാവില്ലേ, നമ്മള് കറിഞ്ഞുവിടാഞ്ഞിട്ടായിരിക്കും. ന്യൂ ഇയറിനൊക്കെ തപ്പി വന്ന റെസ്റ്റോറന്റ് കണ്ടു. ഇതാണ് ന്യൂറി കൊറിയൻ ബാർബിക്യൂ. കൊറിയൻ ട്രൈ ചെയ്യാം ഗൈസ്. നമുക്ക് കൊറിയൻ ട്രൈ ചെയ്യാം. നമുക്കവിടെ ചെന്നിട്ട് കാണാം. ടോപ്പോക്കി, സ്ക്വിഡ് ചങ്ക്സ്, ഇവരിതൊക്കെ ഏതാ ഇവരിതിൻ്റെ ഒന്നും നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ നമുക്ക് നോക്കാം. ഞങ്ങൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് 88. ഇപ്പോൾ റംദാൻ ആയതുകൊണ്ട് അവരുടെ ഇഫ്താറിൻ്റെ പാക്കേജാണ് മൊത്തം. 79 പൗണ്ട്, 80 പൗണ്ട്. താങ്ക് യു.
താങ്ക് യു. ഇവിടെ ഹോട്ട് ടീ വന്നു. ചായ എത്തിയിരിക്കുകയാണ്. കയ്യിലൊന്നും ഉപയോഗിക്കല്ലോ കേട്ടോ. ഹോട്ട് ടീ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് ജിഞ്ചർ ജാം ഫ്ലേവറാണ് ഞാൻ പറഞ്ഞത്. ഇതിപ്പം നമ്മുടെ ഈ ഒരു തന്നെ കുടിക്കേണ്ടി വരും തോന്നുന്നു കേട്ടോ. കലക്കവെള്ളം പോലെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിന്റെ നടുക്ക് കാണുന്നതാണ് ഗൈസ് ഓവൻ. ഇവിടെ റോ മീറ്റ് കൊണ്ട് കൊടുത്ത് ഫ്ലേവർ കൊടുത്താൽ നമ്മൾ തന്നെ മീറ്റ് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്ന സൂപ്പും ഒരു സെറ്റ് ന്യൂഡിൽസും ആണ്. ഇനി സൂപ്പിന്റെ പാനം എല്ലാം കൊണ്ടുവച്ചിട്ട് ഇനി ഇതിൽ കുക്ക് ചെയ്യാൻ പറയുമോ എന്നുള്ളതാണ് ഇനി സംശയം. പിന്നെ നമുക്ക് പിന്നെ ചോപ്പ് സ്റ്റിക്ക് ഉപയോഗിച്ച് കഴിയാൻ പിന്നെ നമുക്ക് പണ്ടേ അറിയില്ലല്ലോ. ഇത് കൊള്ളാം, പനിക്ക് കൊള്ളാം. ആ എനിക്ക് ഇഞ്ചി വെള്ളം, ചൂട് എൻ്റെ ഇഞ്ചി വെള്ളം. ജലദോഷത്തിന് എൻ്റെ ജലദോഷം അതുകൊണ്ട് ഞാൻ ജിഞ്ചർ ഫ്ലേവർ പറഞ്ഞത്, മനസ്സിലായോ? പനിയായോണ്ടല്ല, അതിൽ നോക്കിയപ്പോൾ അറിയാവുന്നത് ജിഞ്ചറായിരുന്നു. ഇത് ജിഞ്ചർ, ഹണി ജിഞ്ചർ, ഹണിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട്. അത് ഷുഗർ ആയിരിക്കും. ഇഞ്ചി വെള്ളം, ഇഞ്ചി വെള്ളം, ഇഞ്ചി വെള്ളം എന്നാണ് എനിക്ക് പറയുന്നത്. എന്തായാലും കുഴപ്പമില്ല. എനിക്ക് പനി ആയതുകൊണ്ടാണ് ഞാൻ കോൾഡ് ഡ്രിങ്ക് ഒന്നും പറയാത്തത്. താങ്ക് യു. നമ്മുടെ ഫ്രൈഡ് ചിക്കൻ വന്നു. കണ്ടിട്ട് കൊള്ളാം. 4 പീസസ് അതിലുണ്ടായിരുന്നു അല്ലേ? 3 ആയിരുന്നു. അവരെ എക്സ്ട്രാ ദയ തോന്നിട്ടാണോ? കാരണം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ 500 പൗണ്ടിൻ്റെയൊക്കെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് ടേബിൾ ഫുള്ളാക്കിയിട്ട് വന്നിരിക്കുന്നവരാണ്. കാരണം അവരൊക്കെ ഇഫ്താറല്ലേ, അത് കാരണം വന്ന് നേരെ വെച്ച് സാധനം ഡയറക്റ്റ് കുക്ക് ചെയ്ത് എടുത്ത് കഴിക്കുകയാണ്. എനിക്ക് പറ്റിയ ഹോട്ട് ഡ്രിങ്ക് കിട്ടി. കാരണം എനിക്ക് തണുപ്പമായിരുന്നു വന്നപ്പോൾ, പിന്നെ ജലദോഷം കാരണം കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. ഇവിടെ കട്ട് ചെയ്ത് വേണ്ട അല്ലേ, മര്യാദയ്ക്ക് കൈവച്ച് കഴിക്കാം. മിസ് നമ്മളിപ്പോൾ കൈയൊക്കെ വെച്ച് തന്നെ കഴിക്കും. ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്യാം. ടേസ്റ്റ് ചെയ്തോ. ടേസ്റ്റ് ചെയ്യടേ. 10 out of 10. കൊറിയൻ ആയതുകൊണ്ട് എവിടെയാണെങ്കിലും ഒരു മധുരം ചേർക്കും. അല്ല, നമ്മൾ ആ സോസ് പറഞ്ഞില്ല, നമ്മൾ ഗാർലിക് ഫ്ലേവർ അല്ലേ പറഞ്ഞേ? 2 ഓപ്ഷനെല്ലാം ഉണ്ടായിരുന്നല്ലോ. പക്ഷേ എന്താണല്ലോ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചിക്കൻ. ഉപ്പ് കുറവാ, ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്യായിരുന്നു. ഉപ്പ് കുറവാ. വെരി നൈസ്. ഇവിടെയുള്ളവർ ശരിക്കും നമ്മൾ കൈകൊണ്ട് കഴിക്കുന്നതാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ വീഡിയോ എടുക്കാൻ നമ്മൾ ഇനി ഇവിടെ ഇരുന്ന് ഫോട്ടോ കാണിക്കേണ്ട ആവശ്യമില്ല. ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫസ്റ്റ് ടൈം നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നത്. ഇത്രയും ജ്യൂസി ആയിട്ടും ക്രിസ്പി ആയിട്ടും നല്ല ചൂടാ. അങ്ങനെ നമ്മുടെ സൂപ്പ് നൂഡിൽസും വന്നിട്ടുണ്ട്. നൂഡിൽസ് അതിന് വേറെന്താ പേരാ അവര് പറയുന്നത്? ഇൻഗ്രീഡിയൻസ് വായിച്ചപ്പോൾ നൂഡിൽസ് ആണെന്ന് മനസ്സിലായത്. അതുകൊണ്ട് നമ്മളത് ഓർഡർ ചെയ്ത. ഇതാണ് ബീഫിന്റെ സൂപ്പ്. താങ്ക് യു. വെള്ളം വന്നു. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. പിന്നെ ഓർഡർ ഹണി. ഇത് കഴിച്ചിട്ട് വരാം. നൂഡിൽസ് ഓർഡർ ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. ലെറ്റ് മീ സീ. നല്ല ചൂടാ. നല്ല, ബട്ട് നമ്മൾ കഴിച്ചിട്ടുള്ള
ഫ്ലേവർ തന്നെ. നമ്മൾ ഇന്നാള് നൂഡിൽസ് നൂഡിൽസിൽ പോയി കഴിച്ചില്ലേ, അത് തന്നെ, അതേ ടേസ്റ്റ്. കൊറിയനെല്ലാം അങ്ങനെ തന്നെ. ഓക്കെ. ചിക്കൻ ആഡ് ചെയ്ത് നന്നായില്ലേ? ഓക്കെ, ഗുഡ്. അടുത്തത് സൂപ്പ്. അടുത്തത് സൂപ്പാണ്, ബീഫ് മിക്സഡ് സൂപ്പാണ് ഗൈസ്. കണ്ടാൽ നല്ല സ്പൈസി എന്നുള്ള ഇത് തന്നെ നമ്മളെ ഓർഡർ ചെയ്തത് അല്ലേ. നല്ല ചൂടാ ഇത്. നല്ല കല്ലാണോ നമ്മൾ മറ്റേ ഇത് കൂട്ടൊക്കെ ഇടിക്കുന്ന, ഇഞ്ചിയൊക്കെ ഇടിക്കണേ കുഞ്ഞി പോട്ടില്ല അതുപോലെ. സാധാരണ ഇതുപോലെ ഈ റൈസിനകത്തോട്ടിട്ട് ഇളക്കി. സൂപ്പിൻ്റെ കൂടെ റൈസ് കിട്ടിയിട്ടുണ്ട്, സ്റ്റിക്കി റൈസ്. സൂപ്പിൻ്റെ കൂടെ സ്റ്റിക്കി റൈസ് കിട്ടിയിട്ടുണ്ട്. സൂപ്പിൻ്റെ കൂടെയുള്ള റൈസാണ് ഗൈസ് അത്. നോക്കാം. നല്ല ചൂടാ, കൈ പൊള്ളിക്കരുത്. കൈ പൊള്ളിക്കാതെ എടുത്ത് കഴിച്ച് നോക്കാച്ച. ഭയങ്കര ചൂടാണോന്ന് അറിയില്ലല്ലോ. നല്ല ചൂടാവട്ടോ. അങ്ങനെയുണ്ട്. എനിക്ക് സൂപ്പ് ഇഷ്ടമായതുകൊണ്ട് ഓക്കെ. ഓക്കെ, ലെറ്റ് മീ സീ. പൊള്ളിയോ? ചൂട് അധികമായോണ്ടേ ടേസ്റ്റ് അറിയാൻ പറ്റില്ല. കഴിക്കാതെ ചൂട് അധികമായോണ്ട് ടേസ്റ്റ് അറിയാൻ പറ്റില്ല. ഒന്നോടെ ഓട്ടെ കഴിക്കാൻ പോവാണ് ഗൈസ്. ഓക്കെ, എന്തായാലും മോശമാകുമെന്ന് പേടിച്ചു, പക്ഷെ മോശമായിട്ടില്ല. കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റ് തന്നെയാണ്. കണ്ടമാനം സ്പൈസിയാണ് കണ്ടാൽ തോന്നുമെങ്കിലും അത്രയും സ്പൈസി അല്ല, ബട്ട് ഇറ്റ്സ് ഗുഡ്. ഓക്കെ. മസ്റ്റ് ട്രൈ ഐറ്റം ആണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ വന്ന് ഓർഡർ ചെയ്യാൻ പറ്റിയ, സൂപ്പ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു, എന്താ ഫ്ലേവർ വരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിഞ്ഞൂടാ. ചിക്കൻ്റെ ബീഫിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റാണ് വരുന്നത്, പക്ഷെ ഒന്നിൻ്റെ ടേസ്റ്റ് കുത്തി മുന്നോട്ട് നിൽക്കുന്നില്ല. ഇറ്റ്സ് ഗുഡ്. എനിക്ക് ഇങ്ങനെയാണ് ഇതാണ് സെറ്റപ്പ്. ഇൻഗ്രീഡിയൻസ് ഇതെല്ലാം ഇതാണ് ഇവരുടെ കൊറിയൻ നൂഡിൽസ് ആയിട്ട്. ഞാൻ ഇവരുടെ ഫോട്ടോയിൽ നോക്കിയപ്പോഴും കണ്ടത് ഇത് തന്നെയാണ്. ഇതാണ് അവരുടെ ന്യൂഡിലായിട്ട് വരുന്നത്, ട്രാൻസ്പെറൻ്റ് ആയിട്ട് എടുക്കുന്ന സാധനം. ഇറങ്ങാം. ബില്ല് മേടിച്ചോ? പുഷാണ് ഗൈസ്. പുഷ് ഫുള്ള് മാറിപ്പോകാത്ത മനുഷ്യർ ഇപ്പോഴും ഉണ്ടോ? നല്ല ഇവിടെ പുറത്തും ഉണ്ട് കേട്ടോ. നല്ല ഫുഡ് ആൻഡ് സർവീസ് ആയിരുന്നു. നൂറി കൊറിയൻ ബാർബിക്യൂ. എത്ര ഔട്ട് ഓഫ് 10 എത്ര കൊടുക്കുക? ഫുഡ് വൈസ് വേറെ ഓരോ കൺട്രീസിൻ്റെ അല്ലേ, അപ്പം നമ്മുടെ ടേസ്റ്റിന് നമുക്ക് വരണമെന്നില്ല. പക്ഷേ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്കും കഴിക്കാൻ പറ്റുന്ന വെച്ച് മെനു തന്നെയായിരുന്നു. പക്ഷേ ഈ ഒരു ഈ സിറ്റിയിൽ കറക്റ്റ് ആ ലേക്കിൻ്റെ സൈഡിൽ ഇരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് ചാർജസ് വളരെ കുറവാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് കൂടുതലായിരിക്കാം. പക്ഷേ ഈ ഒരു ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പം നോർമൽ റേറ്റ്, അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഉള്ളൂ. സർവീസും കൊള്ളാം. എന്താ പറയാ, നല്ല 8 കൊടുക്കാവുന്ന ഒരു ഇതാണ്. പിന്നെ എന്താ പറയാ, ഈ പറഞ്ഞ പോലെ ബാർബിക്യൂ അത് ഏറ്റവും നല്ല ഇതല്ലേ. റോ മീറ്റ് കൊണ്ട് തന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്ലേവർ മേടിച്ച് കുക്ക് ചെയ്ത് ഇരുന്ന് കഴിച്ച് അവർക്കൊക്കെ അത്രയും സർവീസ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഫ്ലേവർ അനുസരിച്ച് ഗ്രില്ല് ചെയ്ത് അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റ് സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. നമ്മളങ്ങനത്തെ മെനു ഓർഡർ ചെയ്തില്ലെങ്കിൽ പോലുമേ ഇപ്പം അത് മിക്കയിടത്തും ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ആദ്യമായിട്ടാണ് കയറുന്നത്. കാണുന്നത് ഇന്നാണ്. ദേ എയർ ഇന്ത്യയുടെ ഒരു ലുക്കുണ്ടല്ലോ. അപ്പം അങ്ങനെ ആ ഒരു ആഗ്രഹം. ദേ മാല ഇന്ത്യൻ
മാല ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട് ഗൈസ് ഇവിടെ. നൈറ്റ് വൈബ് ഒരു രസം തന്നെയാണ്. ഞങ്ങൾ റിട്ടേൺ ഊബറിന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അതുകൊണ്ട് ഊബർ ബുക്ക് ചെയ്ത് വെച്ച് നിൽക്കുക. ഊബർ 3 മിനിറ്റ് ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഉടനെ എത്തും. 2 മിനിറ്റായി. ഈ വരുന്നതാണോ? ആ ഊബർ വന്നു ഗൈസ്. ഞങ്ങൾ ഊബറിൽ കയറാൻ റെഡി ആവട്ടെ.